അർജുന്റെ രക്ഷാപ്രവർത്തനം ഇത്രയധികം വൈകുന്നതിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി ഉയരുന്നത്. ഇപ്പോൾ കോഴിക്കോട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണുള്ളത്. അവരുടെ തത്സമയ പ്രതികരണത്തിലേക്ക് പോലും ജീവൻ നിലനിർത്തി കാണാൻ കഴിയും എന്ന ആഗ്രഹമാണ്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നു. ഇന്ന് അന്വേഷണം നിർത്തിയല്ലോ, തെരച്ചിൽ നിർത്തി. നാളെയാണ് ഇനി തെരച്ചിൽ നടക്കുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? കുടുംബത്തിന് എങ്ങനെയാണ് ഈ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? നാടിന് എങ്ങനെയാണ് ഈ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം, ഈ നാടിൻ്റെ പ്രതിഷേധം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. കേരള ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നത്തിൻ്റെ അകത്ത് ഞങ്ങളെല്ലാം കുടുംബവും എല്ലാം ബന്ധപ്പെട്ടു, അവരുമായി സംസാരിച്ചു. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കളക്ടർ, കോഴിക്കോട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ഇതിൻ്റെ വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട് അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നാം പ്രതീക്ഷിക്കുന്ന വിധത്തിൽ അത് അവിടെ ആവുന്നില്ല എന്നുള്ളൊരു ഖേദകരമായ വസ്തുതയാണ്. തീർച്ചയായും ഇതിലുള്ള പ്രതിഷേധം ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഞങ്ങളെല്ലാം പങ്കുചേരുകയാണ്. ഈ നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും തീർച്ചയായും അടിയന്തരമായി ഇന്ന് നിർത്തിവെച്ചു എന്ന് പറയുന്നത്, തീർച്ചയായും ഈ തെരച്ചിൽ നിർത്തിവെച്ചു എന്ന് പറയുന്നത് ജീവൻ തിരിച്ചു കെട്ടാൻ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാലാവുക. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ആവശ്യമായ തരത്തിൽ അന്വേഷണം, അതുപോലെ തന്നെ അതിൻ്റെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് വേഗത കൂട്ടണം എന്ന് അഭ്യർത്ഥിക്കാനും ഈ കുടുംബത്തിനും നാടിനുമുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനുമാണ് ഇന്ന് ഞങ്ങളെല്ലാം ഒത്തുകൂടിയത്. ഇത് ഇന്നലെ വരെ ഇതിനോടൊപ്പം ഞാൻ അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണയും സഹായവും ഇതിലുണ്ടായിട്ടുണ്ട്. ആ പിന്തുണയുടെ കൂടി ബലത്തിലാണ് ബന്ധപ്പെട്ട അധികാരികളെല്ലാം വളരെ ഗൗരവമായി ഈ പ്രശ്നം ശ്രദ്ധയിൽ വരുത്തുന്നതിനും അതിൻ്റെ ഭാഗമായി തുടർ പ്രവർത്തനം നടത്തുന്നതിനും അവർക്കൊക്കെ താല്പര്യവും ഇടപെടാനുള്ള പ്രചോദനം ഉണ്ടാക്കിയുള്ളത് മാധ്യമങ്ങളുടെ അവസരോചിതമായ ഇടപെടലാണെന്നുകൂടി അങ്ങ് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധമാണ് കോഴിക്കോട് ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധം കർണാടക സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ദീപക് മലയമ്മയാണ് തത്സമയ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദീപക്, നോക്കൂ, ഒടുവിൽ കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കരസേനയെ തിരച്ചിലിനെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അത് 100-110 മണിക്കൂറുകൾ വേണ്ടി വന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി. അവരുടെ നിഷ്ക്രിയത്വം മറച്ചുവെക്കാനാണോ ഈ വിധത്തിൽ ഇത്രയും വൈകിപ്പിച്ചത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുമ്പോൾ പ്രതിഷേധവും ശക്തമാവുകയാണ് പല കോണുകളിലും. ബിന്നിലൊരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുനു വേണ്ടി. ഇപ്പോൾ അർജുൻ്റെ സ്വന്തം നാടായിട്ടുള്ള കണ്ണാടിക്കൽ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഈ നഗരത്തിൽ ചെറിയൊരു പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ റോഡിലേക്ക് ഈ നാട്ടുകാരെല്ലാം എത്തിയിരിക്കുന്നത്. അവർ ഒന്നടങ്കം പറയുന്നത് അർജുനെ തിരികെ വേണമെന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഇടപെടൽ വേണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇവരുടെ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി ഈ ഒരു ഘട്ടത്തിൽ പോകാമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഒരു മൗന ആയിക്കൊണ്ടാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോൾ നേരത്തെ ഉൾപ്പെടെ സംസാരിക്കുകയുണ്ടായി. പക്ഷേ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അത് വലിയ ആശങ്ക തന്നെയാണ്, അല്ലേ? ഇതുവരെ ശക്തമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഇത്രയും ദിവസമായിട്ട് അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ 1-2 ദിവസം, അതിൽ കൂടുതൽ പോവില്ല. പക്ഷേ ഇവർ നമ്മളെ തീരെ പരിഗണിക്കുന്നില്ല, അത്രേ പറയാനുള്ളൂ. എങ്ങനെയാണ് നിങ്ങളിപ്പം അർജുൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എങ്ങനെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഞങ്ങളെല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവുക. കാരണം എന്താ വെച്ചാൽ ആ പയ്യൻ്റെ, ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ജീവൻ്റെ വില പോലും കർണാടക സർക്കാർ കാണിക്കുന്നില്ല. ഞങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അതിനുവേണ്ടി ആഗ്രഹിക്കുക, അവനെ ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള. ഇന്ന് അവിടുത്തെ MLA സതീഷ് എന്ന് പറയുന്ന ആൾ നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് നാളെ കരസേന എത്തുമെന്നാണ്. അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു? ഞങ്ങൾ വിശ്വാസം അർപ്പിക്കില്ല. കാരണം വെച്ചാൽ ഇത് ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 20-ാം തീയതിയായി. 20-ാം തീയതിയായിട്ട് ഇപ്പോഴും ഈ തെരച്ചിൽ അന്വേഷണം വളരെ ഇഴഞ്ഞു നീങ്ങുകയാണ്. നമ്മളെ കേരളത്തിലാണെങ്കിലോ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിൻ്റെ എല്ലാ രക്ഷാപ്രവർത്തനം നടത്തും.
എന്താ അവിടെ സംഭവിക്കുന്നത്, എന്താണ് ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഷേധവും സങ്കടവും ഞങ്ങൾ ഇരുന്ന് രേഖപ്പെടുത്തുകയാണ്. അത് ഒരു നാടിൻ്റെ പ്രതിഷേധമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബഹളങ്ങളിലേക്ക് ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് കേവലം പ്രതിഷേധം എന്നുള്ള അർത്ഥത്തിൽ അവരുടെ ദുഃഖം പങ്കുവയ്ക്കുക കൂടിയാണ്. ഈ ഒരു ഫ്ലക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ തന്നെ നമുക്കൊന്ന് വായിക്കാം. ഈ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സേവ് അർജുൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാർക്ക് ഈ ഒരു ഘട്ടത്തിൽ മറ്റൊന്നും പറയാനുണ്ടാകില്ല. അർജുനൊക്കെയായിട്ട് സൗഹൃദം ഉള്ള ആൾ കൂടിയാണോ? അറിയാം. എന്താ ഇവിടേക്ക് വന്ന് ഇവരുടെ കൂടെ എത്തിയതാണ്. ഞാൻ മാഹിയിലുള്ള ആളാണ്. ഇവിടെ താമസമായിട്ട് 12 വർഷമായി. പക്ഷേ ഇതിന്റെ കൂടെ നിൽക്കണം തീർച്ചയായിട്ടും. അർജുന്റെ സുഹൃത്തു കൂടിയാണോ? അല്ല, പക്ഷെ എന്തായാലും വാട്സപ്പിലൊക്കെ ഇത് 3-4 ദിവസമായിട്ട് കാണുന്നതാണ്. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ഒരു നടപടി എടുക്കുന്നില്ല എന്ന ഇവിടെ അടുത്തുള്ള ആളാണ്, അടുത്ത പ്രദേശം. ഇവിടെ തന്നെ അവിടുത്തെ പ്രദേശമാണ്. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളാണ്? അതെ ആണ്. ഈ സമയത്ത് എന്താ പറയാൻ പറ്റുക? അതിൽ ശക്തമായ പ്രതിഷേധമാണുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പെട്ടെന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണുള്ളത്. ഞങ്ങളെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഇതേപോലെ രാഷ്ട്രീയ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച സഖാവാണ്. തീരാ നഷ്ടമാണ്. അതായത് ബിനിൽ, ഇവരെയൊക്കെ സംബന്ധിച്ച ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ആ കുടുംബം എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് ആ അർത്ഥത്തിൽ തന്നെ അർജുനെ തിരികെ എത്തിക്കാൻ ഒതുങ്ങുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ്. അതിന് എന്ത് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് നാളെ കരസേന എത്തുമെന്നുള്ള ഒരു ഉറപ്പ് MLA-യുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് കേവലം വാക്കാൽ മാത്രം പോരാ. അതിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധക്കാരുടെയൊക്കെ മനസ്സിലുള്ളതുപോലെ അർജുനെ തിരികെ എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമായി മാറണമെന്നുള്ള ആഗ്രഹവും കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഈ നാടൊന്നടങ്കം ഈ റോഡരികിലേക്ക് എത്തിയ കാഴ്ചയാണ്. ഇതിൽ മറ്റ് രാഷ്ട്രീയ ഭിന്നതകളോ അത്തരം കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതിനപ്പുറത്ത് ഒറ്റ ആവശ്യം എന്നുള്ള നിലയിലേക്കാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ റോഡിൽ കുത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധമൊക്കെ കാണാതെ എങ്ങനെ ഒരു സർക്കാരിന്, ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. കഴിഞ്ഞ 100 മണിക്കൂറിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോഴും അർജുൻ്റെ ജീവന്റെ തുടിപ്പ് അവിടെ തിരികെ എത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകുമെന്നുള്ള ഒറ്റ പ്രതീക്ഷ മാത്രമാണ് ഇവരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ തന്നെ ഈ വീടുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ചേട്ടാ, ഇവിടെയുള്ള ആൾ തന്നെയാണോ? ആണ്. അർജുൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു. എന്താണ് ഇന്നലെ ഇന്ന് പോയിക്കിന് വേണ്ടത്ര കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് തന്നെ അഭിപ്രായം. പല സൗകര്യങ്ങളും ഇന്നുണ്ട്, ആധുനിക സൗകര്യങ്ങളെല്ലാം കൊണ്ടുകൊണ്ട് എന്തെങ്കിലും പട്ടാളത്തെ വിളിക്കണം. ഇപ്പം ബാക്കിയുള്ള സംവിധാനം ചെയ്താണ്. ഇന്നിപ്പം വളരെ ഏഞ്ഞ് നീങ്ങിയിട്ടാണ് പോകുന്നത്. TV കണ്ടിട്ട് ഇന്ന് ഞാൻ നോക്കിയില്ല, ഇന്നലെ TV കണ്ടിട്ട് മനസ്സിലാണ്. എത്രയും പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരനെ നമ്മളൊക്കെ പോലത്തെ ആളുകളെ ദീപക് മലയമ്മയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കോഴിക്കോട് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്.